ശബരിമലയിൽ ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മല കയറിയ ദിവസമാണിന്ന്. ഇന്ന് രാവിലെ ഒരേ സമയം 21 ഇടങ്ങളിലാണ് ഇഡി റെയ്ഡ് തുടങ്ങിയത്. അത് മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെ സ്റ്റോർ റൂം വീണ്ടും പരിശോധിച്ചു. ശബരിമലയിൽ കാലം ഇത്രയും നടന്ന അഴിമതി, കൊള്ള, ക്രമക്കേട് എല്ലാം പുറത്തു വരുമോ? ഇന്നത്തെ പ്രൈം സ്റ്റോറി, കൊള്ളക്കാർ കുടുങ്ങുമോ? നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഒരു ചെറിയ സംശയത്തിൽ നിന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് എത്തിയത്. അവിടെയും തീരുന്നില്ല. ഇനി അന്വേഷണം വീണ്ടും പിറകോട്ട് പോവുകയാണ്. വാജിവാഹനം, അഷ്ടദിക്പാലകർ, സന്നിധാനത്ത് നിന്ന് മാറ്റിയ ഓരോ തരിയും കണ്ടെത്താനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇപ്പോൾ ദാ ഇഡിയും ഇറങ്ങുന്നു. ഗോൾഡൻ ഷാഡോ 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ്. ദേവസ്വം ആസ്ഥാനം, എ പത്മകുമാർ, എൻ വാസു, മുരാരി ബാബു പ്രതികളുടെ വീട്ടിലേക്ക് രാവിലെ തന്നെ ഇഡി എത്തി. മിന്നൽ പരിശോധന. കള്ളപ്പണം, കണക്കിൽപ്പെടാത്ത പണം, വരവിൽ കവിഞ്ഞ പണം, ഇതാണ് ഇഡി അന്വേഷിക്കുന്നത്. എവിടെയൊക്കെയാണ് ഇഡിയുടെ പരിശോധന? നമുക്ക് വിശദമായി നോക്കാം. ആദ്യം എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തത്? അവർ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായ കെ ജയകുമാറിനെ ഈ റെയ്ഡിന്റെ വിവരങ്ങളെല്ലാം അറിയിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ ഫയലുകളൊക്കെ കൈമാറുകയും ചെയ്യുന്നു. അതായത് പ്രതിപട്ടികയിലുള്ളവരുടെ വീട്, വ്യാപാര സ്ഥാപനങ്ങൾ, സാക്ഷികളുടെ വീട്, ഇവിടേക്കെല്ലാം ഇഡി എത്തി. പേട്ടയിലെ എൻ വാസുവിന്റെ വീട്ടിലേക്കും തിരുവനന്തപുരത്തെ ദേവസ്വം ആസ്ഥാനത്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിലേക്കും പത്മകുമാറിന്റെ വീട്ടിലേക്കും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി. അവിടെ പത്മകുമാറിന്റെ വീട്ടിലേക്ക് ബാങ്ക് ഉദ്യോഗസ്ഥരെ കൂടി എത്തിച്ചു. സ്വത്ത് വിവരങ്ങൾ, ഇടപാടുകൾ എല്ലാം ശേഖരിച്ചു. പത്മകുമാർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരിക്കെ സ്വത്തിൽ വളർച്ചയുണ്ടായോ എന്ന് നോക്കുകയാണ്. ആസ്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇനി മുരാരി ബാബുവിലേക്ക് വന്നാൽ, സ്വർണ്ണക്കൊള്ള കേസിലെ 2ാം പ്രതിയാണ്. 5 ഇഡി ഉദ്യോഗസ്ഥരാണ് മുരാരി ബാബുവിന്റെ വീട്ടിലേക്ക് ഇന്നെത്തിയത്. 2019 മുരാരി ബാബു നിർമ്മിച്ച വീട്ടിലേക്കാണ് ഇഡി എത്തിയത്. ഈ വീട് വെക്കാൻ പണം എവിടെ നിന്നെന്നാണ് ഇഡി കണ്ടെത്തുന്നത്. മുരാരി ബാബുവിന്റെ നേട്ടം ഈ കാലയളവിൽ ഉണ്ടോ എന്ന് കൂടി ഇഡി പരിശോധിക്കും. ചെന്നൈയിലും ഉണ്ടായിരുന്നു പരിശോധന. ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും ഇഡി എത്തി. ഇവിടെ വെച്ചാണ് പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്തത്. ജീവനക്കാർ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇഡി എത്തിയിട്ടുണ്ടായിരുന്നു. പരിശോധന കഴിഞ്ഞു. ഇനി പ്രതിപട്ടികയിലുള്ളവർക്ക് നോട്ടീസാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, ഹാജരാകണം. ആചാരത്തിന്റെ പേരിൽ വഴിപാടുകളുടെ മറവിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പും ഇഡി അന്വേഷിക്കും. ശബരിമലയെ മുൻനിർത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുള്ള മുഴുവൻ സാമ്പത്തിക ക്രമക്കേടുകളും അന്വേഷിക്കാനാണ് ഇഡിയുടെ തീരുമാനം. ആചാരങ്ങളുടെയും വഴിപാടുകളുടെയും പേരിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളും ഇഡി അന്വേഷിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ദ്വാരപാലക കേസിലും പ്രതിയാണ് നമുക്കറിയാം തന്ത്രി കണ്ഠരര് രാജീവര്. എന്തുകൊണ്ടായിരിക്കും ഇഡി തന്ത്രിയുടെ വീട്ടിലേക്ക് മാത്രം പോകാഞ്ഞത്? ഇന്ന് ഇഡി മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ തേടി സന്നിധാനത്തേക്ക് SITയും വന്നിരുന്നു, പരിശോധന നടത്തിയിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സ്റ്റോർ റൂമിലെ പരിശോധന നടത്തിയത്. ഇത് 2ാം തവണയാണ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്നത് SIT. ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി വരും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞു. എന്നിട്ടും SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. തിരുവനന്തപുരത്ത് നിന്ന് അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, SITക്ക് പുറമെ ഇഡി കൂടി കളത്തിലേക്ക് ഇറങ്ങിയ ദിവസമാണിന്ന്. ഇതിൽ എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ഇന്ന് രാവിലെ 21 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു, എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയില്ല? തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തില്ലേ ഇഡി? ആര്യ, എന്തുകൊണ്ടാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ റെയ്ഡ് നടക്കാത്തത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിശദീകരണം ഇഡി നൽകിയിട്ടില്ല. അതേസമയം തന്നെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട, അറസ്റ്റിലാക്കപ്പെട്ട എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശങ്കരദാസിൻ്റെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശങ്കരദാസിൻ്റെ വീട്ടിലും ഇഡിയുടെ സാന്നിധ്യമില്ല എന്നുള്ളതാണ്. ഈ റെയ്ഡ് ഇപ്പോഴും തുടരുന്ന എൻ വാസുവിൻ്റെ വീടിന് തൊട്ടടുത്താണ് ശങ്കരദാസിൻ്റെ വീട്. പക്ഷേ ശങ്കരദാസിൻ്റെ വീട്ടിൽ നമ്മൾ കണ്ടിടത്തോളം അവിടെ ഒരു പരിശോധനയ്ക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അറസ്റ്റിൽ കഴിയുന്ന 2 പേരുടെ വീടുകൾ ഒഴികെ മറ്റ് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. ആ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന റെയ്ഡ് തന്നെയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട മിക്ക രേഖകളും
SITയും അതിനു മുൻപ് ദേവസ്വം വിജിലൻസും ഈ നന്തൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തിൽ റെയ്ഡ് വരെ നടത്തി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അവിടെ EDക്ക് ബാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ED അവരുടെ പത്രക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല ഞങ്ങൾ അന്വേഷിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പണമിടപാട് മാത്രമല്ല ഞങ്ങൾ അന്വേഷിക്കുന്നത്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വഴിപാടുകളിലും പൂജകളിലും സ്പോൺസർഷിപ്പിലും ഉണ്ടായ കള്ളപ്പണ ഇടപാട് കൂടി ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പടിപൂജ അടക്കം അഷ്ടാഭിഷേകം അടക്കമുള്ള നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള തട്ടിപ്പുകളുണ്ട്. വർഷങ്ങൾക്കപ്പുറം വരെ പടിപൂജയൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക, ആ പടിപൂജ മറിച്ചു കൊടുക്കുക, അഷ്ടാഭിഷേകം ബുക്ക് ചെയ്ത് വെക്കുക, അത് മറിച്ചു കൊടുക്കുക. അത് ഈ പോറ്റിയും കൂട്ടരും മറ്റ് ചില ആൾക്കാരുമൊക്കെ അത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് ഈ സ്വർണ്ണക്കൊള്ള വരുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ അന്വേഷണം പോകുമ്പോൾ വലിയ വലിയ സാമ്പത്തിക ഇടപാടുകളിലേക്കും കള്ളപ്പണ ഇടപാടുകളിലേക്കുമാണ് EDയുടെ അന്വേഷണം പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ അന്വേഷണത്തിന് ശേഷം EDയുടെ നീക്കം ഈ പോറ്റിയുടെ ജാമ്യം, അപ്പം അത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമല്ല. ഇപ്പോൾ പോറ്റി ആ കേസിൽ മാത്രമല്ലല്ലോ, അപ്പോൾ പുറത്തിറങ്ങില്ല, പക്ഷേ ഇതൊരു സ്വാഭാവിക നടപടിക്രമമല്ലേ? പോറ്റിക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത, അതാണ് ആദ്യം പോറ്റിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ്. ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യം അറസ്റ്റ് ചെയ്തതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു, വാദം കേട്ടു. അതിൽ 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് സ്വാഭാവികമായ ജാമ്യം വേണം എന്നായിരുന്നു പോറ്റിയുടെ ആവശ്യം. അതിൽ പ്രോസിക്യൂഷൻ ചില ഉപാധികൾ വെച്ചിരുന്നു. പക്ഷേ അത് കോടതി അത് ഉൾക്കൊള്ളാതെയുള്ള, അല്ലെങ്കിൽ ആ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാത്ത മട്ടിലുള്ള കമന്റുകളാണ് കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോറ്റിക്ക് ജാമ്യം ലഭിച്ചേക്കും എന്നുള്ളൊരു സൂചനകൾ പോറ്റിയുടെ അഭിഭാഷകർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് നാളെ വിധി വരും. അപ്പോൾ ആ കേസിൽ ജാമ്യം ലഭിച്ചാലും അത് സ്വാഭാവികമായൊരു ജാമ്യമാണ്. പക്ഷേ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. കട്ടളപ്പാളി കേസിൽ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. ആ കട്ടളപ്പാളി കേസിൽ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ദ്വാരപാലക പാളികളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും ദിവസം കൂടി അതിനകത്ത് ഒരു ആനുകൂല്യം ലഭിക്കും. മാത്രമല്ല ഈ ED അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ അറസ്റ്റ് വല്ലതും രേഖപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് ഇവർക്ക് ഇപ്പോൾ അറസ്റ്റിൽ കഴിയുന്ന പ്രതികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും. അടുത്തെങ്കും ജയിലിൽ നിന്ന് മോചിതരാകാൻ കഴിയില്ല എന്നുള്ള വസ്തുത കൂടിയുണ്ട്. ആര്യ, ശരി. R. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.